ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് 2025 ലാസ്റ്റ് ഡേ ആണ്. നാളെ പുതിയൊരു വർഷം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. മൊത്തത്തിൽ ഒന്ന് റീസെറ്റ് ചെയ്തെടുക്കണം. എനിക്ക് റീസെറ്റ് അത്യാവശ്യമാണ്. കാരണം മൊത്തത്തിൽ ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടാണുള്ളത്. ഫിസിക്കലി ആയാലും മെൻ്റലി ആയാലും കുറച്ച് ഓക്കെ അല്ല. ഞാൻ വീഡിയോ ഇടണ്ട, ഇങ്ങനെ ഇത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്തായാലും വീഡിയോ ഇടണ്ടേന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും ഇപ്പം അടുത്തൊന്നും വീഡിയോ ഇടാൻ പോകുന്നില്ലായിരുന്നു. പക്ഷെ എന്തായാലും നമ്മൾ 2026 പോവുകയാണ്. അപ്പം ഇന്ന് ഒന്ന് ഇരുന്ന് പ്രെപ്പ് ചെയ്ത് അങ്ങനെയൊക്കെ ചെയ്ത് മൊത്തത്തിൽ സെറ്റാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് ദിവസമായി ഇങ്ങനെ ശ്രമിക്കുന്നു. എന്തൊക്കെ ചെയ്താൽ സെറ്റാവാം അങ്ങനെയൊക്കെ വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു. റൂമൊന്ന് ഡീക്ലട്ടർ ചെയ്തു. വേണ്ടാത്ത സാധനങ്ങൾ കുറേയൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. റൂമിൽ നിന്ന് അത്രയ്ക്കും സാധനങ്ങളുണ്ടായിരുന്നു. മൊത്തത്തിൽ റൂമിലും കുറേ സാധനങ്ങളായിട്ട് മൈൻഡും ശരിയില്ല. അപ്പം റൂം ക്ലീൻ ചെയ്തപ്പോൾ മൈൻഡ് കുറച്ചൊക്കെ ഓക്കെ ആയി. എന്നിട്ട് ഞാൻ വലിയ പ്ലാൻ അങ്ങനെയൊന്നുമല്ല, എന്നിട്ടൊന്ന് പ്രെപ്പ് ചെയ്തു. പ്രെപ്പ് ഇൻ ദ സെൻസ് കുറച്ച് ഗോൾസൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ ഒരു മെമ്മറി ബോക്സ് ഉണ്ടാക്കി വെച്ചിട്ടില്ല, ഇനിയിപ്പോൾ ഉണ്ടാക്കി വെക്കണം. ആ ഒരു ടാസ്കും കൂടെയാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ ഉള്ളത്. ഗോൾസ് കാര്യങ്ങളൊക്കെ അങ്ങനെ വലിയ ഗോൾസ് ഒന്നും അല്ല, എന്നാലും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വിഷൻ ബോർഡ് ഇന്നലെ രാത്രി ഞാൻ ഒരു വർക്ക്ഷോപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലോ, അതിൽ ജോയിൻ ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ദെൻ എന്താ പറയുക, പിന്നെ ഒരു ജേണൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം എൻ്റെ ജേണൽ. ആക്ച്വലി മറ്റേ ജേണൽ കംപ്ലീറ്റഡ് അല്ല, ബട്ട് ലുക്ക് അറ്റ് ദിസ് ജേണൽ ഗൈസ്. യെല്ലോ ഈസ് മൈ ഫേവറേറ്റ് കളർ ആൻഡ് കുറേ നാളായി എനിക്ക് യെല്ലോ ഞാൻ രണ്ടും പറയാറുണ്ട്. യെല്ലോ കളർ ജേണൽ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. ആൻഡ് ഐ ബോട്ട് ദിസ് വൺ. ഇത് പ്ലെയിൻ യെല്ലോ ജേണലാണ്. എന്നിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കേഴ്സൊക്കെ ഇട്ടിച്ചിട്ട് ഈ പിൻട്രസ്റ്റിൽ ഞാൻ കോർ മെമ്മറീസ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്പ്രെഡിൻ്റെ ഇൻസ്പോ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കോർ മെമ്മറീസിന് കൊടുക്കാണ്. ഓക്കെ, ഇതൊക്കെ ഞാൻ ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനത് ഇതിൻ്റെ ബാക്കിയായിട്ട് വന്നോളും. ആൻഡ് ദിസ് ഇസ് മൈ ജേണൽ. ഇതിൻ്റെ ഇൻട്രോ ഫ്രണ്ട് പേജ് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻട്രോ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ മൈക്കൊക്കെ അയച്ചിരുന്നത്. പക്ഷേ സംസാരിച്ച് തുടങ്ങിയപ്പം ഇൻട്രോ പറയാൻ മറന്നുപോയി. ബട്ട് എനിവേ, ദിസ് ഈസ് ദ കോലം ഓഫ് മൈ റൂം. ഇതിനെയാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഇതിൽ എന്തൊക്കെയാണ് ഒഴിവാക്കാനുള്ളതെന്ന് ചോദിച്ചാൽ കുറേ സാധനങ്ങൾ ഒഴിവാക്കാനുണ്ട്. എന്തൊക്കെയാണെന്നൊന്നുമില്ല, ഒക്കെ ഇന്ന് തന്നെ നോക്കിയിട്ട് ഒഴിവാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. മെയിനായിട്ട് ആ ഒരു ബുക്ക് ആർട്ടും അതുപോലെ തന്നെ സൈഡിലായിട്ടുള്ള ആ ടേബിളിലായിട്ടും കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെയാണ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുന്നേ നമുക്ക് നല്ലൊരു മ്യൂസിക് വെച്ചിട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ടേബിളിൽ അങ്ങനെ പ്രത്യേകിച്ച് കുറേ സാധനങ്ങളൊന്നും ഇല്ല. കുറച്ച് ചാർജർ ഉണ്ട്, പിന്നെ പ്രിന്റ് എടുത്ത സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനിപ്പോൾ യൂസ് ചെയ്യാനുള്ള സാധനങ്ങളാണ്. അപ്പം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. അതുപോലെ തന്നെ ഇന്ന് ഈ ഒരു സാധനം മാത്രമല്ല ചെയ്യാനുള്ളത്. ഈ ഒരു റൂം ക്ലീനിങ് മാത്രമല്ല, വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഇനി ഒറിജിനൽ ആയിട്ടുള്ള അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കലാപരിപാടി ആരംഭിക്കാം. ഈ ഒരു ബ്രൗൺ ടേബിളിലും ഈ ഒരു ബുക്ക് ആർട്ടും ആണ് മെയിനായിട്ട് ക്ലീൻ ചെയ്യാനുള്ളത്. അത് തന്നെ എനിക്ക് എവിടെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഓരോ ഫയൽ എടുത്ത് നോക്കുക, ഇതൊക്കെ വേണ്ട സാധനങ്ങളാണ്. പക്ഷെ എന്താ പറയുക, എന്തൊക്കെയോ ഉണ്ട്. നോക്കുമ്പോൾ ഒക്കെ ആവശ്യമുള്ള സാധനങ്ങൾ തന്നെ, പക്ഷെ ഒരു ഓർഗനൈസ് ആവാത്ത രീതിക്കാണ് ഞാനൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യം തന്നെ ഒക്കെ എടുത്ത് നോക്കുക. എന്നിട്ട് ജേർണൽ ചെയ്യാനുള്ള സാധനങ്ങളാണെങ്കിൽ അതൊരു സെക്ഷൻ ആക്കി വെക്കുക. പിന്നെ വേറെ എന്തെങ്കിലും സാധനങ്ങളാണെങ്കിൽ അത് വേറെ സെക്ഷൻ ആക്കി വെക്കുക. അങ്ങനെ സെക്ഷൻ ആക്കി വെച്ചപ്പോൾ മനസ്സിലായി എന്തൊക്കെയാണ് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടാത്തത് എന്നൊക്കെ. എന്നിട്ട് അതനുസരിച്ച് ക്ലീൻ ചെയ്ത് പോയി. ഈ സൈഡ് ക്ലീൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ നിർത്തി. എന്നിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്തത് രാത്രി ആയിട്ടാണ്. രാവിലെ അത്രയൊക്കെ ചെയ്തിട്ടും പ്രത്യേകിച്ച് കാണാൻ മാത്രമുള്ള മാറ്റങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി തന്നെ മൊത്തം ക്ലീൻ ചെയ്തിട്ടേ ഞാൻ കിടക്കുന്നു വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലീനിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ നമ്മളെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. കുറേ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. കുറേ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാൻ വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ടു, പുറത്ത് കൊണ്ടുവച്ചു. ഇനി ഇതൊക്കെ ഞാൻ കുറച്ച് പിക്ചേഴ്സ് പ്രിന്റ് ഔട്ട് എടുത്തതാണ്, കുറച്ച് മുന്നേ എടുത്തതാണ്. കുറച്ച് 2025 കുറച്ച് മെമ്മറീസ് എന്നുള്ള രീതിക്ക് പ്രിന്റ് ഔട്ട് എടുത്ത് വെച്ചിട്ടുള്ളതാണ്. 3 A4 ഷീറ്റിലായിട്ട് റാൻഡം ആയിട്ട് കുറച്ച് പിക്ചേഴ്സൊക്കെ ആഡ് ചെയ്തു, എന്നിട്ട് പ്രിന്റ് എടുത്തു. റൂമൊക്കെ ക്ലീൻ ചെയ്ത് ഒന്ന് കുളിച്ചൊക്കെ വന്നപ്പം ഭയങ്കര ഒരു സമാധാനം. ഇതുവരെയുള്ള കുറച്ച് ദിവസമായിട്ട് ഒരു സുഖമായിട്ടായിരുന്നു. പക്ഷെ ഇന്ന് എന്തോ കുറച്ചൊരു സമാധാനം തോന്നി. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ടിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്തു. കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്ന് ഭയങ്കര പടക്കം പൊട്ടുന്ന സൗണ്ട്. അപ്പോൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇങ്ങനെ ഫയർ വർക്ക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ടെറസിൻ്റെ മേലെ ഇരുന്നിട്ട് ഇതൊക്കെ ഇരുന്ന് കണ്ടു. ആ ഒരു തെങ്ങുള്ളത് കൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, പക്ഷേ നല്ലൊരു രസം ഉണ്ടായിരുന്നു.
അന്ന് തന്നെ ഞാൻ ബാക്കി കട്ട് ചെയ്യാനൊന്നും നിന്നില്ല. ഇത് പിറ്റേ ദിവസമാണ്. എനിക്ക് ഈ കട്ടിങ് പരിപാടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ പിക്ചേഴ്സ് കട്ട് ചെയ്യാനൊക്കെ എനിക്കെന്തോ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഇതൊന്ന് ഇങ്ങനെ സ്ലോ ആയിട്ടേ ചെയ്യുള്ളൂ. ഇത് ചെയ്ത് തീർക്കണ്ടേന്ന് വിചാരിച്ചൊന്നും ചെയ്യില്ല. പക്ഷേ ഇങ്ങനെ സ്ലോ ആയിട്ട് ആസ്വദിച്ച് ഇങ്ങനെ കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് മുന്നേ ഒക്കെ പ്രിന്റ് എടുത്ത് വെച്ചിട്ടുള്ള സ്റ്റിക്കേഴ്സാണ്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഇന്ന് എവിടെയെങ്കിലുമൊക്കെ യൂസ് ചെയ്യണം. ഈ സ്റ്റിക്കേഴ്സ് കാര്യങ്ങളൊക്കെ മെയിനായിട്ട് ഒരു 2026 ജേർണൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം. ആ ജേർണലിൻ്റെ കവർ പേജിനും ഫ്രണ്ട് പേജിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പിക്ചേഴ്സ് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയല്ല എടുത്തു വെക്കുന്നത്. അതുപോലെ തന്നെ പാറ്റേൺ പേപ്പർ കാര്യങ്ങളൊക്കെ നോക്കി എന്താണ് ഇപ്പം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏതാണ് മാച്ച് ആവുക എന്നൊക്കെ നോക്കിയിട്ട് എടുത്തു വെക്കുകയാണ്. മെമ്മറി ബോക്സിന് വേണ്ടിയിട്ട് ഞാൻ 2 ബോക്സ് എടുത്തു കൊണ്ടുവന്നിട്ടുണ്ട്. ഒന്ന് ഈ ഒരു ബ്ലാക്ക് കളർ ബോക്സ് ആണ്. ഇത് കാണാൻ നല്ല ഭംഗിയുണ്ടെങ്കിലും കുറേയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഇതെന്തായാലും എടുക്കുന്നില്ല. എന്നിട്ട് ഈ ഒരു ബോക്സാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത്. അത്ര ഓക്കെ അല്ല, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലാത്ത രീതിക്ക് ഇതാണ് കിട്ടിയത്. അപ്പം അത് തന്നെ ചൂസ് ചെയ്തു. അടുത്തതായിട്ട് ഞാൻ നേരത്തെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച പിക്ചേഴ്സ് ഉണ്ടല്ലോ, അതൊക്കെ ഈ ഒരു ജേർണലിലായിട്ട് ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് സ്റ്റിക്ക് ചെയ്യുന്നേ ഉള്ളൂ. എന്നിട്ട് കുറച്ച് മെമ്മറീസ് എന്നുള്ള രീതിക്ക് കുറച്ച് പേഴ്സണലായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതി കൊടുക്കാനുണ്ട്. അതൊക്കെ ഞാൻ പിന്നെ എഴുതുന്നേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഈ പിക്ചേഴ്സൊക്കെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഈ ഒരു പേപ്പർ ക്ലിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിന്റെ ജേർണലാണിത്. അതുപോലെ തന്നെ ഇത്രയും പേജസ് ഒക്കെ ഉണ്ട്. അത്യാവശ്യം കട്ടിയുള്ള പേജസ് തന്നെയാണ്. എന്ന് വെച്ച് വലിയ കട്ടിയൊന്നുമില്ല, ബട്ട് സ്റ്റിൽ കുഴപ്പമില്ലാത്ത കട്ടിയുണ്ട്. പിന്നെ A3ന്റെ അത്രയും സൈസ് ഇല്ല, അതിലും കുറച്ച് കുഞ്ഞാണ്. ഞാൻ മറ്റേ ജേർണലായിട്ട് കമ്പയർ ചെയ്ത് കാണിച്ചു തന്നിട്ടുണ്ട്. അത്രയും കുറച്ച് കുഞ്ഞാണ്. ഇനി നമുക്ക് ഇതിൽ സ്റ്റിക്ക് ചെയ്യേണ്ട സ്റ്റിക്കേഴ്സ് ഒക്കെ സെലക്ട് ചെയ്യാം. ഇത്രയും കുറച്ച് സ്റ്റിക്കേഴ്സ് ഒക്കെ ഞാൻ ആദ്യമേ പ്രിന്റ് എടുത്ത സ്റ്റിക്കേഴ്സ് ഒക്കെയാണ്. ഇതിൽ ഏതൊക്കെ സ്റ്റിക്കേഴ്സ് ആണ് ഇപ്പം ഒട്ടിക്കേണ്ടത് എന്നൊക്കെ നോക്കിയിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കുറച്ച് ഇൻസ്പോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ചെണ്ണം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കിയിട്ട് എങ്ങനെ ചെയ്യാമെന്നൊക്കെ ഒരു ഐഡിയ വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നോക്കി. അപ്പോൾ ഇതിൽ ബീഡ്സ് വെച്ചിട്ട് കോർ മെമ്മറീസ്ന്ന് കൊടുത്തിട്ടുള്ള ഒരു ഇൻസ്പോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കുറച്ച് മുന്നേ തന്നെ സേവ് ആക്കിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഇപ്പോൾ ഉള്ള ഈ ഒരു ജേർണലിൽ അങ്ങനെ കോർ മെമ്മറീസ്ന്ന് കൊടുക്കാമെന്ന്. കോർ മെമ്മറീസ് കൊടുക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ സ്റ്റിക്കേഴ്സ് ഞാൻ കുറച്ചെണ്ണമൊക്കെ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് സെലക്ട് ചെയ്തൊക്കെ വെച്ച് നോക്കുക. എന്നിട്ട് ഗ്യാപ്പിൽ വേറെ എന്തെങ്കിലുമൊക്കെ വേണോ നോക്കുക. അങ്ങനെയൊക്കെ നോക്കുകയാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഒരു സ്റ്റിക്കേഴ്സൊക്കെ വന്നപ്പം ശരിക്കും പിൻട്രസ്റ്റ് കാണുന്ന പോലെ തന്നെ ഫീൽ ചെയ്തു. എനിക്ക് ഇഷ്ടമായി മൊത്തം ഒട്ടിച്ച് വന്നപ്പോൾ. ആദ്യം തന്നെ ഈ ഒരു രീതിക്ക് ഒട്ടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എടുത്തു വെച്ചത്. ഇത് സ്റ്റിക്ക് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ച് നോക്കിയതാണ്. ഇത് ബാക്കി പരിപാടി ചെയ്യുന്നത് കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടാണ്. പുറത്തു പോകാനുണ്ടായിരുന്നു, അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പരിപാടി ചെയ്യുന്നത്. ഇനി ഒന്നുമില്ല, പിക്ചേഴ്സൊക്കെ എടുക്കുക, നോക്കുക, ഈ കട്ട് ചെയ്ത് വെച്ച സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയുള്ള ഒരു പ്രോസസ്സാണ് ഇനി ചെയ്യാനുള്ളത്. എനിക്കിങ്ങനെ 1 ഇയർ ആയല്ലോ നമ്മൾ ഈ ഒരു ജേർണലൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ട്, ലാസ്റ്റ് ചെയ്ത ജേർണലിപ്പോൾ ചെയ്തിട്ട് 1 ഇയർ ആയല്ലോ എന്നൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിൽ വിചാരിക്കുക എന്ത് പെട്ടെന്നാണ് 1 വർഷം പോയത് എന്നൊക്കെ. അങ്ങനെ കോർ മെമ്മറീസ്ന്ന് എഴുതിയിട്ട് കൊടുത്തിട്ടുണ്ട്. എഴുതിയതല്ല, സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം സൈഡ് ലൈറ്റൊക്കെ നമുക്ക് സ്റ്റിക്കേഴ്സ് ഒട്ടിച്ചിട്ട് ഫില്ല് ചെയ്യണം.
സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ കവർ പേജ് കാണാൻ ഇങ്ങനെയാണ്. നല്ല രസമുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായി. കഴിഞ്ഞ ജേണലിനെക്കാട്ടും കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ടാണ് ഇത് ഞാൻ സ്റ്റിക്ക് ചെയ്തത്. കഴിഞ്ഞത് കുറച്ചുകൂടെ വാൻഗോ, സ്റ്റാറി നൈറ്റ് അതിലൊക്കെ കോൺസെൻട്രേറ്റ് കൊടുത്തിട്ടായിരുന്നു. ഇത് കുറച്ചുകൂടെ മിറർ ബോൾ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെയാണ് ഇതിപ്പോൾ സ്റ്റിക്ക് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് ഫ്രണ്ട് പേജ് സെറ്റ് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ടിനായിട്ട് ഞാൻ ഒരു യെല്ലോ കളർ ഗ്രിഡ് ലൈൻസ് വരുന്ന പാറ്റേൺ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. അത് സ്റ്റിക്ക് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഒരു സ്റ്റിക്കർ പേപ്പറിൽ എൻ്റെ ഒരു പിക്ചർ ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഹലോ ആം എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റിക്കർ വേറെ ഉണ്ടായിരുന്നു, അതും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ട് നെയിം എഴുതി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഒരു മിറർ ബോളും സൈഡിലായിട്ട് 2026 കൂടെ സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ്. ഓക്കെ. അപ്പം മൊത്തത്തിൽ ചെയ്ത് ഫൈനൽ റിസൾട്ട് കണ്ടപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ കുറച്ച് രാത്രി ആയപ്പം വിഷൻ ബോർഡിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു, അത് അറ്റൻഡ് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ലാപ്പിൽ സെറ്റ് ചെയ്തു. എന്നിട്ടൊരു 7 മണിയായപ്പം വിഷൻ ബോർഡിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്തു. എന്നിട്ട് ഡിജിറ്റലി ഒരു വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്തു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ആ ഒരു വിഷൻ ബോർഡിൻ്റെ വർക്ക്ഷോപ്പിൽ ജോയിൻ ചെയ്തിട്ട്. എൻ്റെ ഒരു കുട്ടി സബ്സ്ക്രൈബറൊക്കെ ഉണ്ടായിരുന്നു. താനിയ എന്നാണ് ആളുടെ പേര്. ആൾക്ക് ഒരു 12 വയസ്സൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേങ്കിൽ വിഷൻ ബോർഡിൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ ജോയിൻ ചെയ്തു. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല രസമായിരുന്നു. ജോയിൻ ചെയ്തപ്പം കുറച്ച് മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റി. അതൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി. ആൻഡ് നല്ലൊരു എന്താ പറയുക, ഒരു പോസിറ്റീവായിട്ട് തന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റി. ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിലായിരുന്നു ഞാനിങ്ങനെ ആ ഒരു ദിവസങ്ങളിലൊക്കെ. പക്ഷേ ഇതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് ഫീൽ ചെയ്തു. താങ്ക്സ് ടു ജുമാന. ഇനിയും ഇങ്ങനെ അടിപൊളിയായിട്ടുള്ള വർക്ക്ഷോപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ. കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു 1 മന്ത് നമുക്ക് മൈൻഡ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടുള്ള ഇത് കണ്ടിന്യൂ ചെയ്തു പോകുന്നുണ്ട്. ഇനി എനിക്ക് കുറച്ച് ഗോൾസ് സെറ്റ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളൂ. വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. ഗോൾസ് എന്ന് പറയുമ്പം അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലത്തെ അത്രയും ഗോൾസ് വിഷ് ലിസ്റ്റ് എന്നൊന്നും പറഞ്ഞ് ഞാൻ ചെയ്തിട്ടില്ല. കുറച്ച് ഗോൾസ് ഉണ്ട് എന്ന് വെച്ചാൽ എന്താ പറയുക, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഗോൾസ് ഒന്നും അല്ല. ഈ ഗോൾസ് ഒന്നും സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതില്ലായിരുന്നു ഇപ്രാവശ്യം. ഞാൻ പറഞ്ഞ പോലെ എനിക്ക് ന്യൂ ഇയർ ആണല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ, പുതിയ വർഷം അടിപൊളിയാക്കണം എന്നുള്ള രീതിയിൽ ഇരുന്ന് ചെയ്യാന്നല്ലാണ്ട് ഞാൻ ഈ വിഷ് ലിസ്റ്റ് ഇത് കാര്യങ്ങളെന്നൊന്നും പറഞ്ഞാൽ അത്ര ആക്റ്റീവായിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഞാൻ കുറച്ച് ഗോൾസൊക്കെ എഴുതി, പിന്നെ വിഷ് ലിസ്റ്റൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇപ്രാവശ്യമാണെങ്കിൽ എൻ്റെ കയ്യിൽ 2 പ്ലാനർ ഉണ്ട്. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഡേറ്റഡ് പ്ലാനർ യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇത് വെച്ച് മനസ്സിലാക്കാൻ കുറച്ച് പണിയെടുത്തിട്ടുണ്ട്. ഞാൻ അല്ലാണ്ട് അൺഡേറ്റഡ് ആയിട്ടോ അങ്ങനെ ജസ്റ്റ് എഴുതി വെക്കാറാണുള്ളത്. അപ്പം ഞാൻ 2 പ്ലാനറും യൂസ് ചെയ്യുന്നുണ്ട്. 2 പ്ലാനർ എങ്ങനെ യൂസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ എനിക്കും അറിയില്ല. ഡേറ്റഡ് ആയതുകൊണ്ട് 2ഉം യൂസ് ചെയ്യണം. ഇനിയിപ്പോൾ അടുത്ത വർഷത്തേക്ക് ഇത് വെക്കുക എന്ന് പറയുന്നത് മോശമല്ലേ. അപ്പം ഞാൻ 2ഉം യൂസ് ചെയ്ത് പ്ലാനിങ് 2ലും ചെയ്തിട്ടുണ്ട്. 2025 റിവൈൻഡും ഫ്യൂച്ചർ സെൽഫിന് വേണ്ടിയിട്ടുള്ള ഒരു ലെറ്ററും കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റായിട്ട് ഒരു മെമ്മറി ബോക്സ് ഉണ്ടാക്കാം. ഒരു മെമ്മറി ബോക്സ് ഉണ്ടാക്കണം ഞാൻ കുറേയായി വിചാരിക്കുന്നു. പക്ഷേ എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് മെമ്മറി ബോക്സ് എന്നൊന്നും പറഞ്ഞ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും 2-3 ബോക്സിലായിട്ട് ഫ്രണ്ട്സ് തന്ന ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട്. പക്ഷേ എന്താ, ഒരു ഇയറിൽ സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു മെമ്മറീസ് ബോക്സ് എന്നൊക്കെ പറഞ്ഞ് ക്രിയേറ്റ് ചെയ്യുമ്പം നല്ല രസമാണ്. നിങ്ങളും എന്തായാലും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കുക. കുറേ പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും, എന്തായാലും ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്തു നോക്കുക. ഞാൻ ഈ ഒരു സ്റ്റിക്കർ ഷീറ്റിൽ മെമ്മറീസ് ബോക്സിന് കുറേ മുന്നേ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടെ ഈ ഒരു ബോക്സിൽ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേറെ ഡെക്കറേഷൻസ് ഒന്നുമില്ല, വെറുതെ ഈ ഒരു മെമ്മറീസ് ബോക്സിന് മാത്രം സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വേറെ ഡെക്കറേഷനൊക്കെ പിന്നെ വേണമെങ്കിൽ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇതോടുകൂടെ ഈ വർഷത്തെ പ്രെപ്പ് എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് ഇറ്റ് വാസ് നൈസ്. ആക്ച്വലി കുറച്ച് ഡൗൺ ആണെങ്കിലും ഇതൊക്കെ ചെയ്യുമ്പം ഒരു സുഖമുണ്ട്. അപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇതൊക്കെ ചെയ്യുമ്പം ഞാൻ എത്രമാത്രം എൻജോയ് ചെയ്യുന്നുണ്ട് എന്ന്. സോ നിങ്ങളും ഇങ്ങനെ ഡൗൺ ആയിട്ടിരിക്കുമ്പം എന്തെങ്കിലുമൊക്കെ ചെയ്തു നോക്കുക.
ആൻഡ് ഐ വിഷ് നിങ്ങൾക്ക് ഈ ഒരു വർഷം 2026 നല്ല അടിപൊളിയാവട്ടെ. 2025 നിങ്ങൾക്ക് കിട്ടിയ ലെസൺസൊക്കെ മനസ്സിലോർത്ത് വെച്ചിട്ട് 2026 നല്ല അടിപൊളിയാക്കുക. ആൻഡ് കുറച്ച് ഗോൾസൊക്കെ സെറ്റ് ചെയ്യുക, ആ ഗോൾസിന് വേണ്ടി വർക്ക് ചെയ്യുക, വിഷ് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുക. കുറേ എന്താ പറയുക, ഫുൾ ടൈം നമുക്ക് ഹാപ്പി ആയിട്ടിരിക്കാനൊന്നും പറ്റൂല. അറ്റ് ദ സെയിം ടൈം പ്രോബ്ലംസ് ഉണ്ടാവും, പ്രോബ്ലംസ് ഒക്കെ വരും, അത് നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ പറ്റട്ടെ. നെക്സ്റ്റ് ഇയർ ഈ ഒരു ദിവസം ആകുമ്പം നിങ്ങൾക്ക് ഒരു പ്രൗഡ് ഫീലിംഗ് ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ. ഒരു കാര്യം പറയാൻ മറന്നുപോയി, മറ്റേ ക്ലീഷേ ഡയലോഗ് ഇനി അടുത്ത വർഷം കാണാം. ഓക്കെ, ബൈ.